ഹായ് ഓൾ, വെൽക്കം ടു ഏണസ്റ്റ് അക്കാദമി ആൻഡ് ബിഗ് ലേണിംഗ് ആപ്പ്. അപ്പൊ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ ഒരു പോസ്റ്റ് ജൂനിയർ ഇൻസ്ട്രക്ടർ വെൽഡർ എന്ന് പറയുന്ന പോസ്റ്റിന്റെ കുറച്ച് ഡീറ്റെയിൽസ് പറയാൻ വേണ്ടിയാണ്. ഓൾറെഡി കഴിഞ്ഞ മാസങ്ങളിൽ നോട്ടിഫിക്കേഷൻ വന്ന് ആപ്ലിക്കേഷൻ ഏകദേശം ജൂൺ 4 എൻഡ് ചെയ്യുന്ന രീതിയിൽ വന്നിട്ടുള്ളൊരു പോസ്റ്റാണ് ജൂനിയർ ഇൻസ്ട്രക്ടർ വെൽഡർ എന്ന് പറയുന്നത്. അപ്പൊ ആ പോസ്റ്റിന്റെ എക്സാംസ് വരും മാസങ്ങളിൽ ഉണ്ടാവും. അപ്പൊ അതിനുവേണ്ടി നമ്മൾ എങ്ങനെ പ്രിപ്പയർ ചെയ്യണം, അതിന്റെ സിലബസ് കവർ ചെയ്യാൻ വേണ്ടി നമ്മൾ എങ്ങനെയാണ് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ആവേണ്ടത്, കൂടാതെ എന്തൊക്കെ ടെക്സ്റ്റുകൾ അല്ലെങ്കിൽ വെബ്സൈറ്റുകൾ നമ്മൾ ചൂസ് ചെയ്യണം പഠിക്കാൻ വേണ്ടി എന്ന കാര്യം ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ എത്തിയിരിക്കുന്നത്. ഒരിക്കൽ കൂടി എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ജൂനിയർ ഇൻസ്ട്രക്ടർ വെൽഡറെ കുറിച്ച് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. പോസ്റ്റ് എന്ന് പറയുന്നത് ഓൾറെഡി അറിയാവുന്നതാണ്, ഇൻഡസ്ട്രിയൽ ട്രെയിനിങ് ഡിപ്പാർട്ട്മെന്റ് പോസ്റ്റ് ആണ്. അതിന്റെ എല്ലാ നോട്ടിഫിക്കേഷൻ ഡീറ്റെയിൽസും നിങ്ങൾ കണ്ടിട്ടുള്ളതായിരിക്കാം. ഡേറ്റ്സിനെ കുറിച്ചൊക്കെ പറയുവാണെങ്കിൽ ഓൾറെഡി കാറ്റഗറി നമ്പർ 13/2025 എന്ന രീതിയിൽ വന്നതാണ് നോട്ടിഫിക്കേഷൻ. അതിന്റെ പോസ്റ്റ് എന്ന് പറയുന്നത് ജൂനിയർ ഇൻസ്ട്രക്ടർ വെൽഡർ ആണ്, ഇൻഡസ്ട്രിയൽ ട്രെയിനിങ് ഡിപ്പാർട്ട്മെന്റ് ആണ്. പേ സ്കെയില് നമുക്ക് അറിയാവുന്ന കൂട്ട് 37,400 ടു 79,000 വരെയാണ് പെർ മന്ത് ലഭിക്കുന്ന രീതിയിലാണ്. ഹൈ പേ സ്കെയിൽ ഉള്ള ഒരു പോസ്റ്റ് ആണ്. അതുകൊണ്ട് തന്നെ ഈ പോസ്റ്റിലേക്ക് എത്തിപ്പിടിക്കുവാൻ വേണ്ടി ഇപ്പോൾ അതിനകത്ത് വേക്കൻസീസ് പറഞ്ഞിട്ടില്ല എത്രയാണ്, അത് എക്സാക്ട് നമ്പർ സ്പെസിഫൈ ചെയ്തിട്ടില്ല. അത് ഉടനെ തന്നെ വരുന്നതായിരിക്കും. അപ്പൊ നമ്മൾ ഇപ്പൊ വേക്കൻസീസ് അറിയാതാണ് ആക്ച്വലി എക്സാംസ് എഴുതാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ പ്രിപ്പറേഷൻസ് ഇതിന്റെ ടോപ്പ് ലെവലിൽ എത്തിച്ചിട്ടില്ലെങ്കിൽ നമുക്ക് ഇപ്പം വേക്കൻസീസ് കുറവാണെങ്കിൽ തന്നെ അതിനകത്ത് നല്ല രീതിയിൽ, അതായത് ടോപ്പ് റാങ്കിലേക്ക് എത്തിയാൽ മാത്രമേ നമുക്ക് പോസ്റ്റ് കിട്ടത്തുള്ളൂ. അപ്പൊ അതിനുവേണ്ടി നമ്മൾ നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക എന്നുള്ളതാണ് ഏക ലക്ഷ്യം. അപ്പൊ അതിനുവേണ്ടി നമ്മുടെ സിലബസ് എങ്ങനെ കവർ ചെയ്യാം, അതിന് എന്തൊക്കെ യൂസ് ചെയ്യാമെന്നാണ് നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത്. അപ്പം ആപ്ലിക്കേഷൻ ഓൾറെഡി ഏപ്രിൽ 30 സ്റ്റാർട്ട് ചെയ്തിട്ട് ജൂൺ 14 എൻഡ് ചെയ്യുന്ന രീതിയിലാണ് ആപ്ലിക്കേഷൻ ഓൾറെഡി വന്നിട്ടുള്ളത്. എല്ലാവർക്കും അറിയാവുന്ന കാര്യം. ഓക്കെ, അപ്പം എക്സാമിനെ കുറിച്ച് പറയുവാണെങ്കിൽ അറിയാം, ജൂനിയർ ഇൻസ്ട്രക്ടർ വെൽഡർ ആണ്. അതുകൊണ്ട് പോസ്റ്റ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നമുക്ക് അവിടെ വെൽഡിംഗ് എന്ന് പറയുന്ന ഒരു വലിയ പോസ്റ്റിന്റെ വലിയൊരു ഭാഗമായിട്ട് വരുന്നുണ്ട്. അപ്പം വെൽഡിങ്ങിനെ ബേസ് ചെയ്തായിരിക്കാം നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ കൂടുതൽ ഭൂരിഭാഗവും നടക്കാൻ പോകുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ വെൽഡിംഗ് ടെക്നോളജിയെ കുറിച്ച് വേണം നമ്മൾ കൂടുതലായിട്ട് ഡിസ്കസ് ചെയ്യാനാണ്. അപ്പം നമുക്കറിയാം അതിന്റെ എലിജിബിലിറ്റി ക്രൈറ്റീരിയ, ഈ പോസ്റ്റിന്റെ എലിജിബിലിറ്റി ക്രൈറ്റീരിയ എന്ന് പറയുന്നത് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷനെ കുറിച്ച് പറയുവാണെങ്കിൽ SSLC അല്ലെങ്കിൽ +1 ആണ് പറഞ്ഞിരിക്കുന്നത് കാൻഡിഡേറ്റ്സിന്. കൂടാതെ നാഷണൽ ട്രേഡ് സർട്ടിഫിക്കറ്റ് NTC സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം. അത് കൂടാതെ 3 years എക്സ്പീരിയൻസും അവർ പറഞ്ഞിട്ടുണ്ട്. അല്ലെങ്കിൽ നാഷണൽ അപ്രന്റീസ്ഷിപ്പ് സർട്ടിഫിക്കറ്റ് NAC +1 year എക്സ്പീരിയൻസ് ആണ് പറഞ്ഞിരിക്കുന്നത്. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് പറയേണ്ടത് ഡിപ്ലോമ ഇൻ എഞ്ചിനീയറിംഗ് ആണ്. നമുക്കറിയാം എഞ്ചിനീയറിംഗ് ഡിപ്ലോമയാണ് വേണ്ടത്. റെലവന്റ് ബ്രാഞ്ച് എന്ന് പറയുമ്പോൾ ഓൾറെഡി മെക്കാനിക്കൽ ബ്രാഞ്ചിനെ ബേസ്ഡ് ആണ് വെൽഡിംഗ് വരുന്നത്. അതുകൊണ്ട് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഡിപ്ലോമ ഓർ വെൽഡിംഗ് ടെക്നോളജിയെ കുറിച്ചുള്ള അറിവാണ് ഇതിന്റെ എലിജിബിലിറ്റി ക്രൈറ്റീരിയ എന്ന് പറയുന്നത്. ഏജ് ലിമിറ്റ് പറഞ്ഞിരിക്കുന്നത് 19 to 44 years ആണ്. അത് കട്ട് ഓഫ് അനുസരിച്ച് കട്ട് ഓഫ് ഡേറ്റ് അനുസരിച്ച് പറഞ്ഞിരിക്കുന്നതാണ് 90 to 44 days എന്ന് പറഞ്ഞാൽ 1981-നും 2006-നും ഇടയ്ക്ക് ജനിച്ചവർക്ക് മാത്രമേ എക്സാമിന് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. ഓൾറെഡി ആപ്ലിക്കേഷനൊക്കെ എൻഡ് ആയതാണ്, എങ്കിലും ഞാനൊന്ന് ക്രൈറ്റീരിയാസ് ഒന്ന് ഡിസ്കസ് ചെയ്തേ ഉള്ളൂ. പിന്നെ ഏജ് റിലാക്സേഷൻ ഒക്കെ ഉണ്ടായിരിക്കുന്നതാണ് അതിന്റെ റിസർവ്ഡ് കാറ്റഗറീസ് അനുസരിച്ച്. അപ്പം ജോബ് പ്രൊഫൈലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അറിയാം, ജൂനിയർ ഇൻസ്ട്രക്ടർ വെൽഡർ എന്നാണ് പോസ്റ്റ്. അപ്പം ജോബ് പ്രൊഫൈൽ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം നമ്മുടെ വെൽഡിംഗ് ടെക്നിക്സിനെ കുറിച്ച് ട്രെയിനീസിനെ ഡെമോൺസ്ട്രേറ്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ പോസ്റ്റിന്റെ പ്രൊഫൈൽ, അല്ലെ, ജോബ് പ്രൊഫൈൽ എന്ന് പറയുന്നത്. അപ്പം കൂടാതെ ഇപ്പം വർക്ക്ഷോപ്പിലെ പ്രാക്ടിക്കൽ ഒക്കെ സൂപ്പർവൈസ് ചെയ്യേണ്ടതും ഈ പോസ്റ്റിൽ ഇരിക്കുന്നവരാണ്. അപ്പം ഇതിന്റെ കാരിയർ പാത്ത് പറയുവാണെങ്കിൽ നമുക്ക് ഇൻഡസ്ട്രി ട്രെയിനിങ് ഡിപ്പാർട്ട്മെന്റിൽ തന്നെ പ്രൊമോഷൻസിന് ഭാഗമായിട്ട് സീനിയർ ഇൻസ്ട്രക്ടറും അല്ലെങ്കിൽ ടെക്നിക്കൽ ഓഫീസറും ഒക്കെ ആയി മാറാൻ സാധ്യതയുള്ള ഒരു പോസ്റ്റ് ആണ് ഈ ജൂനിയർ ഇൻസ്ട്രക്ടർ വെൽഡർ എന്ന് പറയുന്നത്. അതാണ് നമ്മുടെ ഏറ്റവും വലിയ പ്രൊഫൈൽ എന്ന് പറയുന്നത്. നമുക്ക് സ്വാഭാവികമായിട്ട് നമ്മൾ കുറെ വർഷം വർക്ക് ചെയ്ത് കഴിയുമ്പോൾ ഈ പോസ്റ്റിലുള്ള ഇംപ്രൂവ്മെന്റ് അല്ലെങ്കിൽ ഇൻക്രിമെന്റ് എന്താണെന്ന് ചോദിക്കുമ്പോൾ അത് ജൂനിയർ ഇൻസ്ട്രക്ടർ വരെ എത്തിച്ചേരാൻ പറ്റും, സീനിയർ ഇൻസ്ട്രക്ടർ വരെ എത്തിച്ചേരാൻ പറ്റുമെന്നുള്ളതാണ് ആ ജോബിന്റെ കാരിയർ ഗ്രോത്ത് എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ പറഞ്ഞല്ലോ 3 കാര്യങ്ങളാണ് ഇതിനകത്ത് ജോബ് പ്രൊഫൈലിൽ പറയേണ്ടത്. ഒന്ന്, നമുക്ക് ട്രെയിനീസിന് ഈ വെൽഡിംഗ് ടെക്നീക്സിന്റെയും അതിന്റെ ടെക്നോളജിയെ കുറിച്ചും ഡെമോൺസ്ട്രേറ്റ് ചെയ്യണം. പിന്നീട് നമ്മുടെ അവിടെ നടക്കുന്ന വർക്ക്ഷോപ്പ് പ്രാക്ടിക്കൽസ് സൂപ്പർവൈസ് ചെയ്യണം. കൂടാതെ സേഫ്റ്റി സ്റ്റാൻഡേർഡ്സിനെ കുറിച്ച് ബാക്കിയുള്ളവർക്ക് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യും, അത് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണം, എക്യുപ്മെന്റ്സിന്റെ സേഫ്റ്റി സ്റ്റാൻഡേർഡ്സ്. ഇതാണ് നമ്മുടെ ജോബ് പ്രൊഫൈൽ എന്ന് പറയുന്നത്, വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടർ അല്ലെങ്കിൽ വെൽഡറിന്റെ ഈ പറയുന്ന ജോബ് എന്ന് പറയുന്നത്. ഓക്കെ, ഇതിന്റെ സിലബസിനെ കുറിച്ച് പറയുവാണെങ്കിൽ നമുക്കറിയാം, ഞാൻ പറഞ്ഞു വെൽഡർ ആണ്. അപ്പം സ്വാഭാവികമായിട്ടും ജൂനിയർ ഇൻസ്ട്രക്ടർ വെൽഡർ എന്ന് പറയുമ്പോൾ
നമുക്ക് വെൽഡിംഗ് ആണ് മെയിൻ സിലബസിലെ കേന്ദ്രം എന്ന് പറയണം ആണല്ലോ. സെന്റർ ഓഫ് പോയിന്റ് വെൽഡിംഗ് ആണ്. അപ്പം ഒന്ന് നമുക്ക് സിലബസ് പറയുവാണെങ്കിൽ വെൽഡിംഗ് പ്രോസസ് ആണ് സിലബസിലെ ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത്. വെൽഡിംഗ് പ്രോസസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം പല ടൈപ്സ് വെൽഡിങ്സ് ഉണ്ട് എന്ന് പറയുവാണെങ്കിൽ SMAW, MIG, മെറ്റൽ ഇനർട്ട് ഗ്യാസ് വെൽഡിങ്, മെറ്റൽ ആർക്ക് വെൽഡിങ്, ടങ്സ്റ്റൺ ഇനർട്ട് ഗ്യാസ് വെൽഡിങ്, ദെൻ സബ്മേർജ് ആർക്ക് വെൽഡിങ്, ഇങ്ങനെ പല വെൽഡിംഗ് ടെക്നിക്സ് ഉണ്ട്. ഓക്സി ഫ്യൂവൽ, റെസിസ്റ്റൻസ് വെൽഡിങ്, ഇതിന്റെയാണ് വെൽഡിംഗ് പ്രോസസ്സുകൾ കറക്റ്റ് ആയിട്ട് അറിഞ്ഞിരിക്കണം. സിലബസ് അതിൽ കവർ ചെയ്താൽ മാത്രമേ നമുക്ക് എക്സാമിന് വളരെയധികം ചോദ്യങ്ങൾ വരുന്ന ഒരു ഭാഗമാണ് വെൽഡിംഗ് പ്രോസസ്സിൽ നിന്നും ഉറപ്പായിട്ടും ചോദ്യം ഉണ്ടായിരിക്കും. ദെൻ ഇതിന്റെ ഈ പറഞ്ഞ എല്ലാ വെൽഡിംഗ് ടെക്നിക്സിന്റെയും പ്രിൻസിപ്പിൾസും പവർ റിസോഴ്സസും പാരാമീറ്റേഴ്സും അഡ്വാൻറ്റേജ് ആൻഡ് ഡിസഡ്വാൻറ്റേജസും നമുക്ക് അറിഞ്ഞിരിക്കണം. എങ്കിൽ മാത്രമേ ഈ പറയുന്ന വെൽഡിംഗ് പ്രോസസ്സിൽ നിന്നും വളരെയധികം ക്വസ്റ്റ്യൻസ് ഉറപ്പായിട്ടും ഈ പറയുന്ന എക്സാമിന് ഉണ്ടായിരിക്കും. അതുകൊണ്ടൊരു നല്ല പോർഷൻ ക്വസ്റ്റ്യൻസ് ഈ വെൽഡിംഗ് പ്രോസസ്സിൽ നിന്ന് ചോദിക്കുക എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് ആ രീതിയിൽ വേണം നമ്മുടെ സിലബസ് കവർ ചെയ്യാൻ. പിന്നെ രണ്ടാമത്തെ പോയിന്റ് ആയിട്ട് പറയുന്നത് അനദർ വെൽഡിംഗ് ആണ് റെസിസ്റ്റൻസ് വെൽഡിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, അതിനകത്ത് നമുക്കറിയാം മെയിൻ ആയിട്ട് റെസിസ്റ്റൻസ് വെൽഡിംഗ് ഉണ്ട്, സ്പോട്ട് വെൽഡിംഗ് ഉണ്ട്, സീം വെൽഡിംഗ് ഉണ്ട്, പ്രൊജക്ഷൻ വെൽഡിംഗ് ഉണ്ട്. ഇതിന്റെ പവർ സോഴ്സസും ഇലക്ട്രോഡ് മെറ്റീരിയൽസും ആപ്ലിക്കേഷൻസും ലിമിറ്റേഷൻസും എല്ലാം ഉൾക്കൊള്ളുന്നതാണ് സിലബസിലെ രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത്. ഓക്കെ, പിന്നീട് ഗ്യാസ് വെൽഡിംഗ് ആണ്. ഗ്യാസ് വെൽഡിംഗ് ആൻഡ് മെറ്റലൈസിംഗ് ആണ്, വിച്ച് ഈസ് ഓക്സി അസറ്റിലിൻ വെൽഡിംഗ് ഉണ്ട്. നമുക്കറിയാം ഓക്സിജൻ ഗ്യാസും അതുകൊണ്ട് തന്നെ അസറ്റിലിൻ ഗ്യാസും കമ്പൈൻ ചെയ്തുള്ള വെൽഡിംഗ് ടെക്നിക്കാണ്. അതിന്റെ കാര്യങ്ങൾ പറയണം. ഫ്ലെയിം ടൈപ്പ് എന്താണ്, പവർ ജനറേഷൻ എങ്ങനെയാണ്, സേഫ്റ്റി പ്രിക്കോഷൻസ് എന്തൊക്കെയാണ് വേണ്ടത് തുടങ്ങിയ കാര്യങ്ങൾ വരുന്ന ഭാഗമാണ് ഗ്യാസ് വെൽഡിംഗ് ആൻഡ് മെറ്റലൈസിംഗ് എന്ന് പറയുന്നത്. പിന്നെ ഗ്യാസ് മെറ്റലൈസിംഗ് എന്ന് പറയുമ്പോൾ പൗഡർ കോട്ടിംഗ് ടെക്നിക്സിനെ കുറിച്ച് ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിച്ചിരിക്കണം. അതിന്റെ ആപ്ലിക്കേഷൻസും എക്യുപ്മെന്റ്സും ഏതെന്ന് കറക്റ്റ് ആയിട്ട് അറിഞ്ഞാൽ മാത്രമേ നമുക്ക് ഈ തേർഡ് കാറ്റഗറി മനസ്സിലാവൂ. ഓക്കെ, ദെൻ ഫോർത്ത് ടോപ്പിക് എന്ന് പറയുന്നത് ഹാർഡ് ഫേസിംഗ് അല്ലെ സർഫേസിംഗ് ആണ്, വിച്ച് മീൻസ് നീഡ് സർഫസ് പ്രിപ്പറേഷൻ എങ്ങനെ ആയിരിക്കണം, ഇവിടുത്തെ അലോയ്സ് നമുക്കറിയാം കൊബാൾട്ട് നിക്കൽ ഗോൾഡ് അലോയ്സിന്റെ എഫക്ട്സ്, വെൽഡിംഗ് പ്രൊസീജിയേഴ്സ് എങ്ങനെയാണ്, അതിന്റെ ഇൻഡസ്ട്രിയൽ യൂസസ് എന്തൊക്കെയാണെന്ന കാര്യം ഉൾപ്പെടുന്നതാണ് നാലാമത്തെ സിലബസിലെ ടോപ്പിക്കായ ഹാർഡ് ഫേസിംഗ് ആൻഡ് സർഫേസിംഗ് എന്ന് പറയാം. അഞ്ചാമത്തെ ടോപ്പിക് എന്ന് പറയുന്നത് വെൽഡിംഗ് ഡിഫക്ട്സ് ആണ്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണാൻ പോകുന്ന മറ്റൊരു ഭാഗമാണ് ഈ പറയുന്ന വെൽഡിംഗ് ഡിഫക്ട്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം വെൽഡിംഗ് ഡിഫക്ട്സിനെ കുറിച്ച് പറയുവാണെങ്കിൽ അതിന്റെ കോസസും റെമഡീസും ഉൾപ്പെടെ പഠിച്ചാൽ മാത്രമേ നമുക്ക് മനസ്സിലാവും. നമുക്കറിയാം ഇപ്പൊ വെൽഡിംഗ് ഡിഫക്ട്സ് പറയുന്ന പൊറോസിറ്റി, ക്രാക്സ്, അണ്ടർകട്ട്, ഇൻകംപ്ലീറ്റ് ഫ്യൂഷൻ, ഇതൊക്കെയാണ് മെയിൻ ആയിട്ടുള്ള വെൽഡിംഗ് ഡിഫക്ട്സ്. അപ്പം ഇതിന്റെ കാര്യങ്ങൾ മൊത്തം പറയുന്ന രീതിയിൽ പഠിച്ചാൽ മാത്രമേ നമുക്ക് അതിനകത്തുള്ള ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഈ എക്സാം വെൽഡർ, ഞാൻ പറഞ്ഞു ജൂനിയർ ഇൻസ്ട്രക്ടർ വെൽഡർ എന്ന് പറയുന്നത് വെൽഡിംഗ് ബേസ് ആയതുകൊണ്ട് തന്നെ ഡിഫക്ട്സും ഇൻസ്പെക്ഷനും വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഈ വെൽഡിംഗ് ടെക്നിക്സ് കൂടാതെ നോൺ ഡിസ്ട്രിക്റ്റീവ് ടെസ്റ്റിംഗ് ഉണ്ട്, വിഷ്വൽ ഇൻസ്പെക്ഷൻ ഉണ്ട്, പെനിട്രന്റ് ഇൻസ്പെക്ഷൻ ഉണ്ട്, മാഗ്നറ്റിക് പാർട്ടിക്കൽ ഇൻസ്പെക്ഷൻ ഉണ്ട്, അൾട്രാസോണിക്, ഇതൊക്കെ കറക്റ്റ് ആയിട്ട് പഠിച്ചിരിക്കണം. ഇതൊക്കെ ഈ ടോപ്പിക്കിന്റെ അണ്ടറിൽ വരുന്നതാണ്. പിന്നെ വെൽഡിംഗ് കോഡ്സ്, AWS കോഡ്സ്, ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ് കോഡ്സ് ഉണ്ട്, അതിന്റെ പ്രൊസീജിയേഴ്സ്, സ്റ്റാൻഡേർഡ്സ് എല്ലാം അറിഞ്ഞിരിക്കണം. ഓക്കെ, പിന്നെ ആറാമത്തെ ടോപ്പിക്കായിട്ട് വരുന്നത് മെറ്റീരിയൽസ് ആൻഡ് മെറ്റലർജി ആണ്. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വെൽഡിങ്ങിൽ നിന്ന് നമ്മുടെ ഈ പോസ്റ്റിന്റെ ജൂനിയർ ഇൻസ്ട്രക്ടർ വെൽഡർ എന്നുള്ള പോസ്റ്റിൽ നിന്നും മാറി വെൽഡിംഗ് അല്ലാതെ ഇത്രയും നേരം സംസാരിച്ച വെൽഡിങ്ങിന്റെ ടോപ്പിക്സ് ആണ് മെയിൻ ആയിട്ട്. വെൽഡിംഗ് അല്ലാതെ നമ്മുടെ മെറ്റലർജി ആൻഡ് മെറ്റീരിയൽ സയൻസ് ഒരു സബ്ജക്ട് ഉണ്ട്. അതിൽ നിന്ന് ചോദിക്കാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. എന്ന് പറഞ്ഞാൽ മെൽറ്റിംഗ് പോയിന്റ്സ്, ദെൻ ഫെറസ് ആൻഡ് നോൺ ഫെറസ് മെറ്റൽസ് എന്താണ്, ഹീറ്റ് ട്രീറ്റ്മെന്റ്സ് വിച്ച് ഈസ് അനീലിംഗ്, നോർമലൈസിംഗ്, ഹാർഡനിങ്, കാർബറൈസിംഗ്. വളരെ ഇമ്പോർട്ടന്റ് ആണ് ടോപ്പിക്. കാരണം ഇതൊക്കെ ടെമ്പറേച്ചർ ബേസ്ഡ് ആയിട്ടുള്ള പല പ്രോസസ്സുകളാണ്. ഈ പ്രോസസിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് അറിഞ്ഞിരിക്കണം. ഓക്കെ, കൂടാതെ ഹാർഡ്നെസ് ടെസ്റ്റിംഗ് ആൻഡ് ഇമ്പാക്ട് ടെസ്റ്റിംഗ് എന്താണെന്ന് പറഞ്ഞാൽ മാത്രമേ ഈ ഭാഗം ക്ലിയർ ആവുള്ളൂ. ഇത് മൊത്തം വരുന്നത് വെൽഡിംഗിൽ നിന്ന് മാറി ചിന്തിക്കേണ്ട ഒരു ഭാഗമാണ് ടോപ്പിക്. അതുകൊണ്ട് അതിന് അതിൻ്റെത് ഇമ്പോർട്ടൻസ് കൊടുക്കണം. മെറ്റലർജി അല്ലെങ്കിൽ മെറ്റീരിയൽ സയൻസ് സബ്ജക്ട്സ് ഉറപ്പായിട്ടും വെൽഡിങ്ങിന്റെ അണ്ടറിൽ വരുന്നതാണ്. അല്ലെങ്കിൽ പറയാം ഈ സബ്ജക്റ്റിന്റെ അണ്ടറിലാണ് വെൽഡിംഗ് വരുന്നത് പറയാം. അപ്പം അതിനകത്ത് വരുന്ന മെയിൻ ടോപ്പിക്സ് ആണ് ഞാനിപ്പോൾ പറഞ്ഞത്. അപ്പം സിക്സ്ത് ടോപ്പിക്ക് മെറ്റീരിയൽസ് ആൻഡ് മെറ്റലർജി ആണ്. അത് ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിച്ചിരിക്കണം. പിന്നീട് സെവൻത് ടോപ്പിക് എന്ന് പറയുന്നത് വെൽഡിംഗ് ടൂൾസ് ആൻഡ് എക്യുപ്മെന്റ്സ് ആണ്. ഇതിനകത്ത് വെൽഡിംഗ് മെഷീനെ കുറിച്ചാണ് പറയുന്നത്. ഇലക്ട്രോഡ് ഹോൾഡർ ഉണ്ട്, ടോർച്ചസ് ഉണ്ട്, കേബിൾസ് ഉണ്ട്, നോസിൽസ് ഉണ്ട്. ഇതെല്ലാം ഈ പറയുന്ന വെൽഡിംഗ് ടൂൾസ് ആണ്. നമ്മൾ വെൽഡിംഗ് അക്കംപ്ലിഷ് ചെയ്യുമ്പോൾ അവിടെ ഉപയോഗിക്കേണ്ടി വരുന്ന ടൂൾസ് ആൻഡ് എക്യുപ്മെന്റ്സിനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. കൂടാതെ ഗ്യാസസ് ആൻഡ് റെഗുലേറ്റേഴ്സ് ഉണ്ട്, അസറ്റിലിൻ ജനറേറ്റേഴ്സ് ഉണ്ട്,
ടൂൾ മെയിൻ്റനൻസ്, സേഫ്റ്റി മെഷേഴ്സ്, ഇതെല്ലാം ഉൾക്കൊള്ളുന്നതാണ് 7th ടോപ്പിക്കായ വെൽഡിംഗ് ടൂൾസ് ആൻഡ് എക്യുപ്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ 8th ടോപ്പിക് എന്ന് പറയുന്നത് സേഫ്റ്റി ആൻഡ് പ്രാക്ടീസസ് ആണ്. നമുക്കറിയാം വെൽഡിംഗ് എന്ന് പറയുന്ന പ്രോസസ് ചെയ്യുമ്പോൾ നമ്മൾ എന്തൊക്കെ സേഫ്റ്റി പ്രിക്കോഷൻസ് എടുത്തിരിക്കണം എന്ന് പറയുവാണെങ്കിൽ ജനറൽ വർക്ക്ഷോപ്പ് സേഫ്റ്റി എന്താണ്, ഫ്ലാഷ് ബാക്സ്, ഫസ്റ്റ് എയ്ഡ്, ബിപി, ഇതെല്ലാ കാര്യങ്ങളും ഉൾപ്പെടുന്നതാണ് സേഫ്റ്റി ആൻഡ് പ്രാക്ടീസ്. സേഫ്റ്റി പ്രോട്ടോകോൾസ് ഇൻ ബിൽഡിംഗ് സോൺസ് ആൻഡ് വെന്റിലേഷൻ, ഫയർ പ്രിക്കോഷൻസ് എല്ലാം ഉൾപ്പെടുന്നതാണ് ഈ ടോപ്പിക്ക് സേഫ്റ്റി ആൻഡ് പ്രാക്ടീസസ് എന്ന് പറയുന്നത്. അപ്പം ഇത്രയാണ് നമ്മുടെ സിലബസിനെ കുറിച്ച് പറയാനുള്ളത്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ഞാൻ പറഞ്ഞല്ലോ 100 ക്വസ്റ്റ്യൻസ് വരുമ്പോൾ ആ 100 ക്വസ്റ്റ്യൻസ് ഉൾക്കൊള്ളുന്ന രീതിയിൽ വരുന്ന സിലബസ് ആണുള്ളത്. വെൽഡിങ് ആണ് മേജർ ആയിട്ട് ഇവിടെ പറയുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് സ്വാഭാവികമായിട്ടും ഡൗട്ട് അടിക്കുന്ന ഒരു കാര്യമാണ് ഇത്. ഈ സിലബസ് ഞാൻ കവർ ചെയ്യണമെങ്കിൽ, അല്ലെങ്കിൽ ജൂനിയർ ഇൻസ്ട്രക്ടർ വെൽഡറിനുള്ള പോസ്റ്റിന്റെ എക്സാമിനുള്ള സിലബസ് കവർ ചെയ്യണമെങ്കിൽ നമ്മൾ എങ്ങനെ പ്രിപ്പയർ ചെയ്യണം, പ്രിപ്പറേഷൻ എങ്ങനെ ചെയ്യണമെന്നല്ല, എവിടെ നിന്ന് നമ്മൾ പ്രിപ്പയർ ചെയ്യണം എന്ന കാര്യം വളരെ ഒരു ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്. അപ്പൊ നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് ഇതിന് റെഫറൻസ് ആയിട്ട് നമുക്ക് എന്തൊക്കെ ഉപയോഗിക്കാം, എന്തൊക്കെ ടെക്സ്റ്റുകൾ ഉണ്ട്, എന്തൊക്കെ വെബ്സൈറ്റ്സ് ഉണ്ട്, അതാണ് നമ്മുടെ മെയിൻ ആയിട്ടുള്ള ഡിസ്കഷൻ. അപ്പം ഒന്നാമത് പറയാൻ പറ്റുന്നത്, ഞാൻ പറഞ്ഞു ഈ പോസ്റ്റ് ജൂനിയർ ഇൻസ്ട്രക്ടർ വെൽഡർ ആണ്. വെൽഡിംഗ് ആണ് ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും. വെൽഡിംഗ് ആണ്, വെൽഡിംഗ് ബേസ് ആണ് ഫുൾ ടോപ്പിക്. അപ്പം വെൽഡിങ്ങിന് കോർ വെൽഡിംഗ് ടെക്സ്റ്റ് ബുക്ക് ഏതൊക്കെയാണുള്ളത്, അത് ഡിപ്ലോമ ലെവലിലും ട്രേഡ് ലെവലിലും നമ്മൾ പഠിക്കണം. ഞാൻ ഈ കാണിച്ചിരിക്കുന്നത് മെയിൻ ആയിട്ടുള്ള വെൽഡിംഗ് ടെക്സ്റ്റ് ബുക്കുകളാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെൽഡിംഗ് ആൻഡ് വെൽഡിംഗ് ടെക്നോളജി, അത് റിച്ചാർഡ് എൽ ലിറ്റിലിന്റെ ആണ്. അതിനകത്ത് ഇൻഡസ്ട്രി സ്റ്റാൻഡേർഡ് ബുക്ക് കവറിംഗ് വെൽഡിംഗ് തിയറി, പ്രോസസ്സസ് ആൻഡ് മെറ്റലർജി ഇൻ ഡീറ്റെയിൽ. നമ്മൾ പറഞ്ഞ നമ്മുടെ സിലബസിൽ വരുന്ന എല്ലാ കാര്യങ്ങളും കവർ ചെയ്തൊരു ടെക്സ്റ്റ് ആണ് വെൽഡിംഗ് ആൻഡ് വെൽഡിംഗ് ടെക്നോളജി, റിച്ചാർഡ് എൽ ലിറ്റിലിന്റെ ഓതറൈസേഷൻ ഉള്ള വെൽഡിംഗ് ആൻഡ് വെൽഡിംഗ് ടെക്നോളജി എന്ന് പറയുന്നത്. പിന്നെ രണ്ടാമത്തത് മോഡേൺ വെൽഡിംഗ് ടെക്നോളജി ഉണ്ട്. മോഡേൺ വെൽഡിംഗ്, അതിനകത്ത് അൾത്തോസ് പൗച്ചത്തിന്റെ ആണ്. കോംപ്രഹെൻസീവ് ആൻഡ് വൈഡ്ലി യൂസ്ഡ് ഇൻ IT ബേസ്ഡ് ആണ് നമ്മുടെ എക്സാമിലെ. ഡിപ്ലോമ ലെവൽ ആയതുകൊണ്ട് തന്നെ വെൽഡിങ്ങിന്റെ കൂടുതൽ പ്രൊസീജിയേഴ്സ് ചെയ്യുന്ന ITI കരിക്കുലത്തിലാണ്. അപ്പം IT ബേസ്ഡ് ആയിട്ടുള്ള, അല്ലെങ്കിൽ അതിനകത്ത് ചെയ്യുന്ന കുറെ വെൽഡിംഗ് പ്രോസസ്സുകളിലും അതിന്റെ എക്സ്പ്ലനേഷൻ ഉൾക്കൊള്ളുന്ന ഒരു ടെക്സ്റ്റ് ആണ് മോഡേൺ വെൽഡിംഗ് എന്ന് പറയുന്നത്. ഡിപ്ലോമ ആൻഡ് വൊക്കേഷണൽ കോഴ്സിന് ഇത് ഉപയോഗിക്കാറുണ്ട്. ഇതിനകത്ത് സേഫ്റ്റി, ടൂൾസ്, സിമ്പിൾസ്, ഇൻസ്പെക്ഷൻ എല്ലാ കാര്യങ്ങളും വരുന്ന ഒരു ടെക്സ്റ്റ് ആണ് മോഡേൺ വെൽഡിംഗ് എന്ന് പറയുന്നത്. പിന്നുള്ളതാണ് വെൽഡിംഗ് ടെക്നോളജി എന്ന് പറയുന്ന ടെക്സ്റ്റ്. OP കന്നഡയാണ്. വളരെ നല്ലൊരു ടെക്സ്റ്റ് ആണ് ഇത്. ഇത് സ്വാഭാവികമായിട്ടും നമുക്ക് എളുപ്പം കിട്ടുന്ന ഒരു ടെക്സ്റ്റ് ആണ് OP കന്നഡയുടെ. സ്റ്റാൻഡേർഡ് ഇന്ത്യൻ ടെക്സ്റ്റ് ബുക്ക് ഫോർ ഡിപ്ലോമ ലെവൽ സിലബസ് വിത്ത് സ്ട്രോങ് തിയറിറ്റിക് എക്സ്പ്ലനേഷൻ ആണ്. ഇതാണ് സ്വാഭാവികമായിട്ടും എല്ലാവരും ഉപയോഗിക്കാറുള്ള OP കന്നഡ വെൽഡിംഗ് ടെക്നോളജി. എനിക്ക് തോന്നുന്നു ഡിഗ്രിക്കും ഡിപ്ലോമയ്ക്കും വെൽഡിംഗ് അല്ലെങ്കിൽ മാനുഫാക്ചറിങ് പ്രോസസ്സുകളിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് ഈ പറയുന്ന OP കന്നഡ ടെക്സ്റ്റ് ആണ്. അതുകൊണ്ട് നമുക്ക് ഇതൊരു മെയിൻ ടെക്സ്റ്റ് ബുക്ക് ആയിട്ട് വേണമെങ്കിൽ പറയാം. OP കന്നഡ വെൽഡിംഗ് ടെക്നോളജി എന്ന് പറയുന്ന നമ്മുടെ ഈ പോസ്റ്റ് സിലബസ് കവർ ചെയ്യുന്ന ഒരു ടെക്സ്റ്റ് ബുക്കാണ്. പിന്നുള്ളത് വെൽഡിംഗ് പ്രിൻസിപ്പിൾസ് ആൻഡ് ആപ്ലിക്കേഷൻ, ലാരി ജെഫേഴ്സിന്റെ. ഇതെന്ന് പറയുന്ന ഹൈലി ഡീറ്റെയിൽഡ് ടെക്സ്റ്റ് ബുക്ക് വിത്ത് റിയൽ വേൾഡ് ആപ്ലിക്കേഷൻസ് ആൻഡ് ട്രേഡ് ടെസ്റ്റ് പ്രാക്ടീസസ്, എക്സലന്റ് ഫോർ സ്കിൽ ഡെവലപ്മെന്റ് ആണ്. അപ്പം നമുക്കറിയാം ഇതൊരു സ്കിൽഫുൾ പോസ്റ്റ് ആയതുകൊണ്ട് തന്നെ സ്കിൽ ഡെവലപ്മെന്റിന് വേണ്ട എല്ലാ കാര്യങ്ങളും ഇതിനകത്ത്. ഞാൻ ഈ പറഞ്ഞ ടെക്സ്റ്റുകളെല്ലാം വെൽഡിംഗ് ബേസ്ഡ് ആണ്. നമുക്ക് ഏത് ഉപയോഗിക്കണം എന്ന കാര്യമാണ് ഞാൻ ഈ പറഞ്ഞതിന്റെ ഉദ്ദേശം. ഓക്കെ, അപ്പം നിങ്ങൾക്കത് കണ്ടന്റ് മനസ്സിലാക്കി ഉപയോഗിക്കാൻ വേണ്ടിയാണ് ഞാൻ ആ ഡിസ്ക്രിപ്ഷൻ പറയുന്നത്. ഓക്കെ, ദെൻ വെൽഡിംഗ് ആൻഡ് കട്ടിംഗ് എന്നുള്ള ടെക്സ്റ്റ് ഉണ്ട്. അത് AC ഡേവിസിന്റെ ആണ്. ഇത് നമുക്ക് ഫിസിക്കൽ ആൻഡ് പ്രിൻസിപ്പിൾസ് ഓഫ് ഫ്യൂഷൻ വെൽഡിംഗ് ആൻഡ് കട്ടിംഗ് പ്രോസസിനെ കുറിച്ച് നല്ല അണ്ടർസ്റ്റാൻഡിംഗ് തരുന്ന ടെക്സ്റ്റ് ആണ് AC ഡേവിസിന്റെ വെൽഡിംഗ് ആൻഡ് കട്ടിംഗ് എന്ന് പറയുന്നത്. പിന്നെ ഉള്ളത് വെൽഡിംഗ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി ആണ്. അത് പാർമറിന്റെ ആണ്. കവേഴ്സ് ആർക്ക് വെൽഡിംഗ്. എനിക്ക് തോന്നുന്നത് ഡിഗ്രി ലെവലിൽ വളരെയധികം ഉപയോഗിക്കുന്ന ടെക്സ്റ്റ് ആണ്. കവേഴ്സ് ആർക്ക് വെൽഡിംഗ്, റെസിസ്റ്റൻസ് വെൽഡിംഗ്, ഗ്യാസ് വെൽഡിംഗ്, സ്പെഷ്യൽ വെൽഡിംഗ് പ്രോസസ് ആൻഡ് മെറ്റലർജി. നമ്മൾ നമ്മുടെ സിലബസിന്റെ ആദ്യം ഡിസ്കസ് ചെയ്ത കുറെ ടോപ്പിക്സ് ഉണ്ട്. അതെല്ലാം പക്കയായിട്ട് കവർ ചെയ്ത ടെക്സ്റ്റ് ആണ് ഈ വെൽഡിംഗ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി എന്ന് പറയുന്നത്. അത് നമ്മൾ സാധാരണ ടെക്നിക്കൽ എക്സാംസിന്റെയും അതുകൊണ്ട് തന്നെ PSC എക്സാമിന്റെയും ഒരു സ്റ്റാൻഡേർഡ് അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് ടെക്നിക്കൽ ടെക്സ്റ്റ് ബുക്കാണ് ഈ പറയുന്ന വെൽഡിംഗ് എഞ്ചിനീയറിംഗ് ടെക്നോളജി. അതുകൊണ്ട് ഞാൻ പറഞ്ഞ പാർമറിന്റെയും കൂടാതെ OP കന്നഡ ടെക്സ്റ്റ് ബുക്ക് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ഇതാണ് മെയിൻ ആയിട്ടുള്ള കോർ വെൽഡിംഗ് ടെക്സ്റ്റ് ബുക്ക് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. പിന്നെ ഉള്ളത് ITI NCVT ട്രേഡ് ബുക്സ് ഒക്കെ. നമുക്കറിയാം IT നമ്മൾ ട്രേഡ് പഠിക്കുന്ന ഒരു ഭാഗമാണ് അല്ലേ. അപ്പം IT ബേസ്ഡ് ടെക്സ്റ്റ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് കൂടുതൽ നമുക്ക് ഗുണം ചെയ്യും. അപ്പം അതിനകത്ത് പറയുവാണെങ്കിൽ വെൽഡർ, ഗ്യാസ് ആൻഡ് ഇലക്ട്രിക് ട്രേഡ് തിയറി പറയുന്ന ഒരു ടെക്സ്റ്റ് ആണ്. അത് നാഷണൽ ഇൻസ്ട്രക്ഷൻ മീഡിയ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ആണ്, DGT NCVT ആണ്. ഇത് ITIയുടെ ഒഫീഷ്യൽ സിലബസ് കവർ ചെയ്യുന്ന ഒരു ടെക്സ്റ്റ് ആണെന്ന് കാര്യം മനസ്സിലാക്കുക. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് PSC എക്സാമിനൊക്കെ ക്വസ്റ്റ്യൻസ് ഒക്കെ ഈ പറയുന്ന ടെക്സ്റ്റിൽ നിന്നാണ് മിക്കപ്പോഴും കവർ ചെയ്യാറുള്ളത്.
അതുകൊണ്ട് നമുക്ക് ഈ ടെക്സ്റ്റ് വളരെ ഇമ്പോർട്ടന്റ് ടെക്സ്റ്റ് ആയിട്ട് വേണമെങ്കിൽ പറയാം. ഇത് ഗ്യാസ് ആൻഡ് ഇലക്ട്രിക് മൊത്തം കാര്യങ്ങളും കവർ ചെയ്യുന്നതാണ് ഈ ടെക്സ്റ്റ് എന്ന് പറയുന്നത്. IT ബേസ് ആയതുകൊണ്ടാണ് ആ ടെക്സ്റ്റിന്റെ പേര് ഞാനിവിടെ നോട്ട് ചെയ്ത് പറയുന്നത്. ഓക്കെ, പിന്നുള്ളതാണ് വെൽഡർ ട്രേഡ് ആൻഡ് പ്രാക്ടിക്കൽ ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് ഇയർ. ഈ ടെക്സ്റ്റും തൊട്ട് താഴെ പറഞ്ഞ വർക്ക്ഷോപ്പ് കാൽക്കുലേഷൻ ആൻഡ് സയൻസ് വെൽഡറിന്റെ ഈ രണ്ട് ടെക്സ്റ്റ് വളരെ ഉപയോഗമുള്ളതാണ്. ഇത് രണ്ടും DGT പബ്ലിഷ് ചെയ്യുന്നതാണ്. ഇത് ജോബ് പ്രാക്ടീസിനെ കുറിച്ചും അതിന്റെ എക്സസൈസിനെ കുറിച്ചും പ്രാക്ടിക്കൽ ക്വസ്റ്റ്യൻസ് ഉൾപ്പെടുന്നതാണ് ഈ ടെക്സ്റ്റ്. നമ്മളിപ്പോ പറയുമ്പോൾ തിയറിറ്റിക്കൽ ബേസും വേണം, പ്രാക്ടിക്കൽ ബേസും വേണം. കാരണം ചില സ്റ്റാൻഡേർഡ്സ് ഒക്കെ പറയുമ്പോൾ നമുക്ക് പ്രാക്ടിക്കൽ നോളജ് വളരെ കൂടുതൽ വേണം. അപ്പം പ്രാക്ടിക്കൽ നോളജ് കിട്ടണമെങ്കിൽ ഇങ്ങനെയുള്ള ടെക്സ്റ്റ് ഉപയോഗിച്ചാൽ മാത്രമേ അത് നടക്കുള്ളൂ. അതുകൊണ്ടാണ് പറഞ്ഞത് വെൽഡർ ട്രേഡ് പ്രാക്ടിക്കൽ ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് ഇയറും, കൂടാതെ വർക്ക്ഷോപ്പ് കാൽക്കുലേഷൻ സയൻസ് വെൽഡറിന്റെ ടെക്സ്റ്റും വളരെ ഉപകാരപ്പെടും. കാരണം കാൽക്കുലേഷൻസും ഫോർമുലാസും ഒക്കെ ഉൾപ്പെടുന്നതാണ് ഈ വർക്ക്ഷോപ്പ് കാൽക്കുലേഷൻ സയൻസ് എന്ന് പറയുന്ന ടെക്സ്റ്റ്. തിയറി ഉണ്ട്, ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസും അതിനകത്ത് ഉൾപ്പെടാറുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ പറയുന്ന ടെക്നിക്കൽ പോസ്റ്റിന് വേണ്ടി, നമുക്ക് PhD എക്സാമിന് പോസ്റ്റിന് വേണ്ടി ഈ ടെക്സ്റ്റുകൾ ഉപയോഗിക്കാൻ പറ്റും. പിന്നെ ഉള്ളതാണ് എഞ്ചിനീയറിംഗ് ഡ്രോയിങ്. അത് വെൽഡറിന്റെ ഡ്രോയിങ് നിമിയുടെ ടെക്സ്റ്റ് ആണ്. അത് പറഞ്ഞാൽ വെൽഡിംഗ് സിമ്പിൾസ് നമ്മൾ സിലബസ് കവർ ചെയ്തപ്പോൾ, ഞാൻ ആദ്യം സിലബസ് പറഞ്ഞത്, സിലബസ് കവർ ചെയ്തപ്പോൾ ആദ്യം വന്ന ലാസ്റ്റ് വന്ന കുറച്ച് ടോപ്പിക്സ് ഉണ്ട്. സിമ്പിൾസിന്റെ കാര്യം, സിമ്പിൾസ്, ലേ ഔട്ട്, ജോയിൻസ്, ഇതൊക്കെ ഒബ്ജക്റ്റീവ് എക്സാമിന് ചോദിക്കുന്ന ഈ പല കാര്യങ്ങളും ഡിസ്കസ് ചെയ്യുന്ന ഒരു ടെക്സ്റ്റ് ആണ് എഞ്ചിനീയറിംഗ് ഡ്രോയിങ് വെൽഡറിന്റെ നിമിയുടെ ടെക്സ്റ്റ്. അപ്പം ഇതൊക്കെ നമുക്ക് സപ്ലിമെന്ററി ടെക്സ്റ്റ് ആയിട്ട്, IT ബേസ്ഡ് സപ്ലിമെന്ററി ടെക്സ്റ്റ് ആയിട്ട് വേണമെങ്കിൽ ഉപയോഗിക്കാൻ പറ്റും. പിന്നെ നമ്മൾ ഇതിന്റെ ഇടയ്ക്ക് പറഞ്ഞൊരു സിലബസിൽ പറഞ്ഞ ടോപ്പിക് ഉണ്ടായിരുന്നു, മെറ്റീരിയൽസ് ആൻഡ് മെറ്റലർജി. അപ്പം അത് ഓൾറെഡി ഞാൻ പറഞ്ഞു, അത് വെൽഡിങ്ങിന്റെ ബേസ് വരുന്നതല്ല. ഈ പറയുന്ന മെറ്റീരിയൽസ് ആൻഡ് മെറ്റലർജി എന്ന് പറയുന്ന ടോപ്പിക്കിന് താഴെ വരുന്ന ഒരു ബേസ് ടോപ്പിക്കാണ് വെൽഡിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അതിനകത്ത് ഇൻട്രൊഡക്ഷൻ ടു ഫിസിക്കൽ മെറ്റലർജി എന്ന് പറയുന്ന ഒരു ബുക്ക് ഉണ്ട്. അത് സിഡ്നി എ. അവ്നറിന്റെ ആണ്. അത് നമ്മൾ ഈ പറയുന്ന മെറ്റലർജിയുടെ എല്ലാ കാര്യങ്ങളും അതിനകത്ത് ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്. നമ്മുടെ സിലബസ് കണ്ടപ്പോൾ കണ്ട കാര്യങ്ങളെല്ലാം ഇവിടെ കൂടുതലായിട്ട് പറയുന്നുണ്ട്. കൂടാതെ മെറ്റീരിയൽ സയൻസ് ആൻഡ് മെറ്റലർജി, ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കോഡ്ഗെയറിന്റെ ടെക്സ്റ്റ് ആണ്. ഇത് നമ്മുടെ ഡിഗ്രി ലെവൽ, BTech ഡിഗ്രി ലെവൽ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിന്റെ സബ്ജക്റ്റ് ആണ് മെറ്റീരിയൽ സയൻസ് ആൻഡ് മെറ്റലർജി. ഡിപ്ലോമയ്ക്കും ഉണ്ട്. ഈ സബ്ജക്ട്സിന്റെ ഫുൾ ടോപ്പിക്സ് ഈ ടെക്സ്റ്റിലുണ്ട്. കോഡ്ഗിയറുടെ ടെക്സ്റ്റ് ആണ് മിക്കവാറും ഉപയോഗിക്കാറുള്ളത്. കൂടാതെ എഞ്ചിനീയറിംഗ് മെറ്റലർജി പാർട്ട് 1 and 2 ഹിഗിൻസിന്റെ ടെക്സ്റ്റും നമുക്ക് വേണമെങ്കിൽ മെറ്റലർജിയുടെ അല്ലെങ്കിൽ MME അല്ലെങ്കിൽ MME അല്ലെ MMS എന്ന് പറയാം, മെറ്റലർജി ആൻഡ് മെറ്റീരിയൽ സയൻസിന്റെ സബ്ജക്ട് അല്ലെങ്കിൽ ടോപ്പിക്സ് ക്ലിയർ ആകാൻ വേണ്ടി, കവർ ചെയ്യാൻ വേണ്ടി നമുക്ക് ടെക്സ്റ്റുകളായിട്ട് വേണമെങ്കിൽ ഈ കാണുന്ന ടെക്സ്റ്റുകൾസ് ഉപയോഗിക്കാവുന്നതാണ്. പിന്നെ നമ്മൾ സിലബസിന്റെ അവസാനം പറഞ്ഞ കുറച്ച് ടോപ്പിക്സ് ഉണ്ട്, വെൽഡിംഗ് കോഡ്സ്, ഇൻസ്പെക്ഷൻ, ടെസ്റ്റിംഗ്. ഇതിനൊക്കെ വേണ്ടി വേണമെങ്കിൽ നമുക്ക് AWS വെൽഡിംഗ് ഹാൻഡ് ബുക്ക് വോളിയം 1 and 2, ഇത് അമേരിക്കൻ വെൽഡിംഗ് സൊസൈറ്റിയെ ബേസ് ഉള്ളതാണ്, സ്റ്റാൻഡേർഡ്സിനെ ബേസ് ഉള്ളതാണ്. ഇത് എല്ലാം നമ്മുടെ വെൽഡിങ്ങിന്റെ ഫുൾ സ്റ്റാൻഡേർഡ്സും അതിന്റെ സിമ്പിൾസും വെൽഡിംഗ് പ്രൊസീജിയേഴ്സും ഡിഫക്ട്സും ഇൻസ്പെക്ഷനും എല്ലാം കവർ ചെയ്യുന്ന ഒരു ടെക്സ്റ്റ് ആണ് ഈ പറയുന്ന AWS വെൽഡിംഗ് ഹാൻഡ് ബുക്ക് എന്ന് പറയുന്നത്. പിന്നെ നമ്മുടെ ഇന്ത്യൻ വെൽഡിംഗ് കുറച്ച് കോഡ്സും അതിന് ഇൻഡസ്ട്രി യൂസ് ചെയ്യുന്ന കുറെ കോഡ്സ് ഒക്കെ ഉണ്ട്. IS 816, IS 814, IS 823, IS 2062, IS 456, ഇതെല്ലാം വെൽഡിംഗ് സ്റ്റാൻഡേർഡ്സ് എന്ന് പറഞ്ഞ് ഒരു ടെക്സ്റ്റ് വേണമെങ്കിൽ നമുക്ക് റെഫർ ചെയ്യാവുന്നതാണ് ഈ പറയുന്ന കോഡ്സ് കിട്ടാൻ വേണ്ടി. ഞാനിപ്പോൾ സംസാരിച്ചത് നമ്മുടെ സിലബസിനകത്ത് പറഞ്ഞിരിക്കുന്ന ഭാഗങ്ങൾ കറക്റ്റ് ആയിട്ട് കവർ ചെയ്യുന്ന ടെക്സ്റ്റുകളുടെ നെയിംസ് ആണ് ഇപ്പോൾ ഈ 4 സ്ലൈഡിലായിട്ട് ഞാൻ പറഞ്ഞത്. അതിനകത്ത് ആദ്യം പറഞ്ഞത് നമുക്ക് വെൽഡിങ്ങിന്റെ തിയറി കറക്റ്റ് പക്കാ കാര്യങ്ങൾ പറയാൻ പറ്റുന്ന കോർ വെൽഡിംഗ് ടെക്സ്റ്റ് ബുക്കുകളെ കുറിച്ചും, രണ്ടാമത് പറഞ്ഞത് സപ്ലിമെന്ററി അല്ലെങ്കിൽ IT ബേസ്ഡ് ടെക്സ്റ്റ് ബുക്കുകളെ കുറിച്ചും, മൂന്നാമത് പറഞ്ഞത് നമ്മുടെ സിലബസ് ഇടയ്ക്ക് വരുന്ന മെറ്റീരിയൽ ആൻഡ് മെറ്റലർജി റെഫറൻസ് ടെക്സ്റ്റുകളെ കുറിച്ചാണ്. പിന്നെ പറഞ്ഞത് ഈ കോഡ്സ്, ഇൻസ്പെക്ഷൻ, ടെസ്റ്റിംഗ് ഒക്കെ പഠിക്കാൻ വേണ്ടിയുള്ള മെയിൻ ടെക്സ്റ്റ് ബുക്കുകളെ കുറിച്ചാണ്. ഇത് റെഫർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഉറപ്പായിട്ടും നമ്മുടെ സിലബസ് ഫുള്ള് കവർ ചെയ്യാൻ പറ്റും. ഇത് എല്ലാം റെഫർ ചെയ്യണമെന്നല്ല പറയണത്, ഇതിനകത്ത് നിങ്ങൾ നോക്കിയിട്ട് നിങ്ങൾക്ക് നമ്മുടെ സിലബസ് കവർ ആവുന്നത് ഏതാണ്, ഇതെല്ലാം കവർ ആകുന്നതാണ്. അതുകൊണ്ടാണ് അത് നെയിം ചെയ്യാൻ കൊടുത്തത്. നിങ്ങൾക്ക് നോക്കിയിട്ട് ഏതാണോ സിമ്പിൾ, അല്ലെങ്കിൽ സിമ്പിൾ എന്ന് പറഞ്ഞാൽ എളുപ്പം നമുക്ക് ഈ പറയുന്ന ടോപ്പിക്സ് എല്ലാം ഗ്രാസ്പ് ചെയ്തെടുക്കാൻ പറ്റുന്നത് ഏതാണോ അതനുസരിച്ച് നിങ്ങൾ ചൂസ് ചെയ്യുക. അതായിരിക്കും കറക്റ്റ് ഐഡിയ. ഓക്കെ, പിന്നെ ഇതൊന്നും കൂടാതെ കോമ്പറ്റീഷൻസിന് വേണ്ടി ഉപയോഗിക്കാൻ പറ്റുന്ന കുറച്ച് ജനറൽ കോമ്പറ്റീവ് എക്സാം ബുക്സ് ഉണ്ട്. അതിനകത്ത് പ്രാക്ടീസ്, തിയറി, MCQs എല്ലാം ഉൾപ്പെടുന്നതാണ്. ഉദാഹരണം പറയുവാണെങ്കിൽ ADECയുടെയും GK പബ്ലിക്കേഷന്റെയും ഒബ്ജക്റ്റീവ് വെൽഡിംഗ് എഞ്ചിനീയറിംഗ് എന്നുള്ള ടെക്സ്റ്റ് ഉണ്ട്. അത് ഉപയോഗിക്കുവാണെങ്കിൽ നമുക്ക് ഈ പറയുന്ന, ശരിക്കും പറഞ്ഞാൽ അത് ഉപയോഗിക്കേണ്ടത് ഞാൻ മുമ്പ് പറഞ്ഞ റെഫറൻസ് ഉപയോഗിച്ചതിന് ശേഷം മാത്രമേ
ഇത് ഉപയോഗിക്കുള്ളൂ. കാരണം അത് ഉപയോഗിച്ച് നമുക്ക് എല്ലാ ടോപ്പിക്സും മനസ്സിലാകും. അതിനുശേഷം നമ്മൾ ഇങ്ങനെയുള്ള ടെക്സ്റ്റ് എടുത്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് ക്വസ്റ്റ്യൻസ് ചെയ്ത് MCQs ഡിസ്കസ് ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റും. ഇതിനോടൊപ്പം തന്നെ അവിടെ തിയറിയും പ്രാക്ടീസ് എല്ലാം പറയുന്നുണ്ട് ഈ ടെക്സ്റ്റിൽ, ഒബ്ജക്റ്റീവ് വെൽഡിംഗ് എഞ്ചിനീയറിംഗ് എന്ന് പറയുന്ന MEDC അല്ലെങ്കിൽ GK പബ്ലിക്കേഷന്റെ ടെക്സ്റ്റിൽ. കൂടാതെ അരിഹന്ത് പബ്ലിക്കേഷന്റെ വെൽഡിംഗ് MCQ പ്രാക്ടീസ് ബുക്ക് എന്ന് പറഞ്ഞ ടെക്സ്റ്റ് ഉണ്ട്. അതിനകത്ത് ഈ പറയുന്ന നമ്മുടെ മെയിൻ എക്സാംസ്, അതിപ്പം സെൻട്രൽ ഗവൺമെന്റ് ആയിക്കോട്ടെ ഗവൺമെന്റ് എക്സാം ആയിക്കോട്ടെ, അതിനകത്തെ എല്ലാ ഭാഗങ്ങളും നമ്മൾ MCQs ആയിട്ട് പറയുന്ന അരിഹന്ത് പബ്ലിക്കേഷൻസിന്റെ ഒരു കൂടാതെ യൂത്ത് കോമ്പറ്റീഷൻ ടൈംസ് എന്ന് പറയുന്ന ടെക്സ്റ്റ് ഉണ്ട്. അതിനകത്ത് നമ്മുടെ ഈ വെൽഡിംഗ് അല്ലെങ്കിൽ ജൂനിയർ ഇൻസ്ട്രക്ടർ വെൽഡറിന്റെ സിലബസ് കവർ ചെയ്യുന്ന രീതിയിലുള്ള ഭാഗങ്ങൾ അവിടെ ഉൾപ്പെട്ടിട്ടുണ്ട്. കൂടാതെ RS ഫാർമർ, നമ്മൾ ഓൾറെഡി ഫാർമർ ടെക്സ്റ്റ് പറഞ്ഞാണ്, പ്രാക്ടീസ് വർക്ക് ബുക്ക് എന്ന് പറഞ്ഞ സാധനമുണ്ട്. ഇത് നമ്മുടെ ഓൾറെഡി തിയറി ബുക്കിനകത്ത് പറയുന്ന കാര്യങ്ങളൊക്കെ ഇതിനകത്ത് ഡിസ്കസ് ചെയ്യുന്നത്. വേണമെങ്കിൽ അത് നമുക്ക് റെഫറൻസ് ആയിട്ട് ഉപയോഗിക്കാവുന്നതാണ്. അപ്പൊ ഞാൻ ലാസ്റ്റ് ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കോമ്പറ്റീഷൻ സൈഡിൽ നിന്നും ചിന്തിച്ച് എക്സാംസ് ഏതൊക്കെ നോക്കണം എന്നുള്ളതാണ്. ഇപ്പം എങ്ങനെയായിരിക്കും ക്വസ്റ്റ്യൻസ് വരുന്നത്, എന്തൊക്കെയാണ് ഇവിടുത്തെ നമ്മുടെ മൾട്ടിപ്പിൾ ചോയ്സ് ആൻസേഴ്സ് വരുന്ന രീതിയിൽ ഡിസ്കസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അതിന് ഉറപ്പായിട്ട് നമുക്കൊരു ബേസ് വേണം. ആ ബേസ് കിട്ടാൻ വേണ്ടി നമ്മൾ മുമ്പ് പറഞ്ഞ 4 സ്ലൈഡിലെ ടെക്സ്റ്റുകൾ പലതും പഠിച്ചാൽ മാത്രമേ ബേസ് വരത്തുള്ളൂ. അതിനുശേഷം നിങ്ങൾക്ക് അവസാന പരീക്ഷ എടുക്കുന്ന ഒരു മാസത്തെ അവസാനത്തെ ഒരു മന്ത് ഉണ്ടാവുമല്ലോ, ആ മന്തിൽ നിങ്ങൾ ഈ പറയുന്ന നമ്മുടെ കോമ്പറ്റേറ്റീവ് എക്സാം ബുക്സ് ഒക്കെ എടുത്തിട്ട് MCQs ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് കൂടുതൽ എക്സാം ക്രാക്ക് ചെയ്യാനുള്ള സാധ്യത കൂടുതലാണെന്ന് മനസ്സിലാക്കാം. ഓക്കെ, ഇനി പറയാൻ പോകുന്നത് ഇത് ടെക്സ്റ്റുകളെ കുറിച്ചാണ്. ഇതൊന്നും അല്ലാതെ എന്തൊക്കെ വെബ്സൈറ്റ്സ് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഈ പറയുന്ന ടോപ്പിക്സ് കവർ ആകും. ഇപ്പം ഗവൺമെന്റ് ആൻഡ് IT കരിക്കുലം റിസോഴ്സിലുള്ള അല്ലെ കരിക്കുലത്തിലുള്ള കുറച്ച് വെബ്സൈറ്റ്സ് ആണ് പറയുന്നത്. ഓൾറെഡി നിമിയുടെ ടെക്സ്റ്റ് ഒക്കെ നമ്മൾ പറഞ്ഞായിരുന്നു. നിമി ലേണിംഗ് online.in എന്ന് പറഞ്ഞ വെബ്സൈറ്റ് ഉണ്ട്. അതിനകത്ത് അത് ശരിക്കും പറഞ്ഞ ഒഫീഷ്യൽ വെബ്സൈറ്റ് ആണ്. ITയുടെ എല്ലാ പറഞ്ഞ വെൽഡർ ട്രേഡ് തിയറിയും പ്രാക്ടിക്കലും ഡ്രോയിങ്ങും അതെല്ലാം നമുക്ക് PSC എക്സാംസിന്റെ എല്ലാ കാര്യങ്ങളും വരുന്ന രീതിയിലുള്ള ഒരു വെബ്സൈറ്റ് ആണ് നിമി ലേണിംഗ് online.in എന്ന് പറയുന്നത്. പിന്നെ DGT.government.in എന്ന് പറയുന്ന സൈറ്റ് ഉണ്ട്. അതിനകത്ത് നമ്മുടെ ട്രെയിനിങ്, ഈ പറയുന്ന വെൽഡിംഗ് ട്രെയിനിങ്ങിന്റെ എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുന്ന, കരിക്കുലത്തിൽ വരുന്നതാണ്, ഉൾപ്പെടുന്ന ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് ട്രെയിനിങ് വിച്ച് ഈസ് കരിക്കുലം ആൻഡ് MCQ ഓഫ് സിലബസ് ഫോർ വെൽഡർ ആൻഡ് അതർ ട്രേഡ്സ്. അപ്പം നമ്മുടെ വെൽഡർ എന്ന് പറയുന്ന പോസ്റ്റിനേക്ക് വരുന്ന രീതിയിലുള്ള എല്ലാ കണ്ടന്റും വരുന്ന ഒരു സൈറ്റ് ആണ്. ഓക്കെ, പിന്നുള്ളതാണ് bharatskills.government.in എന്ന് പറയുന്നത്. അത് ITA കോഴ്സസും അതിന്റെ PPTസും MCQസും ഒക്കെ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഒരു ഫ്രീ ആക്സസ് സൈറ്റ് ആണ് ഈ bharatskills.government.in എന്ന് പറയുന്നത്. പിന്നെ DTKerala.government.in എന്ന് പറയുന്ന ഒരു സൈറ്റ് ഉണ്ട്. അതിനകത്ത് ഡിപ്പാർട്ട്മെന്റ് ഓഫ് എംപ്ലോയ്മെന്റ് ആൻഡ് ട്രെയിനിങ് ആണ്. കേരള ഇൻഫോ അബൌട്ട് ITA ട്രേഡ് സ്ട്രക്ചേഴ്സ് ആൻഡ് ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ആണ്. അപ്പൊ ഇതിനകത്ത് നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ പോസ്റ്റ്, നമ്മുടെ ഡിപ്ലോമ ലെവൽ പോസ്റ്റ് ആണെങ്കിലും ITA ബേസ് ഉള്ള പോസ്റ്റ് ആണ്. ITA ആണ് കൂടുതൽ സ്കിൽസ് ഡെവലപ്പ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഈ വെൽഡറിന്റെ ടെക്സ്റ്റുകൾ നിങ്ങൾ നോക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ITA ബേസ് ആയിട്ട് ടെക്സ്റ്റുകൾ നോക്കുക. ഞാനിപ്പോ സംസാരിച്ച പല ഭാഗത്തും ITA എന്ന് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ തന്ന സൈറ്റ്സ് തന്നെ മെയിൻ ആയിട്ട് ITA ബേസ് ആയിട്ടുള്ളതാണ്. ITയുടെ കരിക്കുലത്തിലാണ് നമ്മുടെ ഈ പോസ്റ്റിന് വേണ്ട എല്ലാ കാര്യങ്ങളും പറയുന്നത്. വെൽഡർ പോസ്റ്റിന്റെ എല്ലാ കാര്യങ്ങളും ITA ബേസ്ഡ് ആയിട്ടുള്ള ടെക്സ്റ്റിലാണ് പറയുന്നത്. അപ്പം ITയുടെ കരിക്കുലം ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവിടുന്ന് അവിടുത്തെ PPTസും അവിടുത്തെ തിയറീസും അവിടുത്തെ പ്രാക്ടീസസും മൊത്തം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതെല്ലാം നമ്മൾ ഈ പറഞ്ഞ വെൽഡറിന്റെ ജൂനിയർ ഇൻസ്ട്രക്ടർ വെൽഡറിന്റെ സിലബസ് കവർ ചെയ്യുന്ന രീതിയിലുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് നമ്മളിപ്പോൾ പറഞ്ഞ റെഫറൻസിൽ പലയിടത്തും IT ബേസ്ഡ് ടെക്സ്റ്റുകളും അതിനെ ചേർന്നുള്ള സൈറ്റുമാണ് ഞാനിപ്പോൾ സംസാരിച്ചത്. ഓക്കെ, അപ്പം മാക്സിമം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഇത് പഠിക്കുമ്പോഴുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടെ സ്പെസിഫിക് ആയിട്ട് കുറച്ച് കാര്യങ്ങൾ വേണം. കാരണം ഇതൊരു സ്കിൽഫുൾ പോസ്റ്റ് ആണ്. ഞാൻ ഓൾറെഡി പറഞ്ഞു, സ്കിൽ ഉണ്ടെങ്കിൽ മാത്രമേ പോസ്റ്റ് ഉള്ളൂ, അതാണ് സത്യം. അപ്പം വെൽഡർ എന്ന് പറയുന്ന പോസ്റ്റിലേക്ക് നമുക്കറിയാം, നമ്മളൊരു ഈ പറയുന്ന പോസ്റ്റിന്റെ പ്രത്യേകത, നമ്മൾ ഇത് ചെയ്ത് നോക്കിയിട്ടോ അല്ലെങ്കിൽ കണ്ടിട്ടുണ്ടെങ്കിലോ പ്രാക്ടീസ് നോളജ് ഇല്ലാതെ, പ്രാക്ടിക്കൽ നോളജ് ഇല്ലാതെ ഈ ഒരു പോസ്റ്റ് കിട്ടുക എന്നുള്ളത് ഇച്ചിരി ബുദ്ധിമുട്ടാണ്. കാരണം പ്രാക്ടിക്കൽ നമ്മളിപ്പോൾ കാണാതെ പഠിച്ച കുറെ കാര്യങ്ങൾ എടുത്തു കഴിഞ്ഞാൽ എക്സാംസിന് ക്ലിയർ ആക്കാൻ പറ്റത്തില്ല. എക്സാമിന്റെ ക്വസ്റ്റ്യൻസ് അങ്ങനെ ആയിരിക്കത്തില്ല. അതുകൊണ്ട് തന്നെ കുറച്ച് പ്രാക്ടിക്കൽ നോളജ്, അതുകൊണ്ടാണ് എക്സ്പീരിയൻസ് ഒക്കെ നമ്മുടെ ക്രൈറ്റീരിയ ആയിട്ട് എലിജിബിലിറ്റി ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് പ്രാക്ടിക്കൽ നോളജ് ഉണ്ടാക്കിയെടുക്കുന്ന രീതിയിലായിരിക്കണം നമ്മുടെ ഈ പറയുന്ന പഠിത്തം എന്ന് പറയുന്നത്. അപ്പം സ്റ്റഡീസ് അങ്ങനെ അല്ലെങ്കിൽ നമുക്ക് എക്സാമിലോട്ട് എത്തിപ്പിടിക്കുക എന്ന് പറയുന്നത് ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ടാണ് ഞാൻ ഈ റെഫറൻസ് ടെക്സ്റ്റുകളും അതിന്റെ സൈറ്റ്സും ഒക്കെ പറഞ്ഞപ്പോൾ പ്രാക്ടിക്കൽ നോളജ് കിട്ടുന്ന രീതിയിൽ IT ബേസ്ഡ്, ഡിപ്ലോമ ബേസ്ഡ് IT ബേസ്ഡ് ആയിട്ടുള്ള ടെക്സ്റ്റുകൾ റെഫർ ചെയ്ത് പറയാൻ കാരണം. അപ്പം ഈ ടെക്സ്റ്റുകളൊക്കെ ഒന്ന് റെഫർ ചെയ്ത് നോക്കുക. അതിനോടൊപ്പം തന്നെ
നമ്മുടെ ഇപ്പം നമ്മുടെ ഏണസ്റ്റ് അക്കാദമിയുടെ പല പല കോഴ്സുകളുണ്ട്. അതിലൊന്നാണ് ജൂനിയർ ഇൻസ്ട്രക്ടർ വെൽഡർ എന്ന് പറഞ്ഞത്. ഓൾറെഡി കോഴ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം താല്പര്യമുള്ളവർക്ക് തീർച്ചയായിട്ടും, അല്ലെങ്കിൽ നമ്മുടെ ഈ വെൽഡർ പോസ്റ്റിലേക്ക് എത്തിപ്പെടാൻ ആഗ്രഹമുള്ളവർക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു കോഴ്സാണ് ജൂനിയർ ഇൻസ്ട്രക്ടർ വെൽഡർ എന്ന് പറയുന്നത്. ഓൾറെഡി അതിന്റെ നോട്ടിഫിക്കേഷൻ വന്ന് നമ്മളെല്ലാം സബ്മിറ്റ് ചെയ്തതാണ്. ഇനി ഒരു കോഴ്സ് എടുത്ത് ചൂസ് ചെയ്ത് പഠിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ പറയുന്ന ജൂനിയർ ഇൻസ്ട്രക്ടർ വെൽഡറിന്റെ നമ്മുടെ ഏണസ്റ്റ് അക്കാദമിയുടെ കോഴ്സ് എടുക്കുക. ഓൾറെഡി ക്ലാസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അവിടെ ലൈവ് ക്ലാസ്സസ് ഉണ്ട്, റെക്കോർഡ് ക്ലാസ്സസ് എല്ലാം അവൈലബിൾ ആണ്. നമുക്ക് മെന്ററിന്റെ അണ്ടറിൽ ഞാൻ പറഞ്ഞല്ലോ പ്രാക്ടിക്കൽ നോളജ് കൂടുതലായിട്ട് വേണം. അപ്പൊ ഈ എക്സാം ക്രാക്ക് ചെയ്ത ആൾക്കാർ മെന്ററായിട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് സ്വാഭാവികമായിട്ടും കൂടുതൽ നോളജ് കിട്ടും എന്നുള്ളത് മറ്റൊരു പ്രത്യേകതയാണ്. അതുകൊണ്ട് മാക്സിമം നിങ്ങൾ ഒരു കോഴ്സ് ചൂസ് ചെയ്ത് പഠിക്കുകയാണെങ്കിൽ നമ്മൾ പറഞ്ഞിട്ട് ഏണസ്റ്റ് അക്കാദമിയുടെ ഈ പറയുന്ന ജൂനിയർ ഇൻസ്റ്റിറ്റ്യൂട്ട് എടുക്കാനുള്ള കോഴ്സ് ചൂസ് ചെയ്യുക. അതനുസരിച്ച് നിങ്ങൾ പഠിത്തം മുന്നോട്ട് കൊണ്ടുപോകുക. സിലബസിലുള്ള എല്ലാ കാര്യങ്ങളും ഡിസ്കസ് ചെയ്യുന്ന രീതിയിലാണ് കോഴ്സ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. മാക്സിമം എഫേർട്ട് ഇട്ട് പഠിക്കുക. ഉറപ്പായിട്ടും ഈ പോസ്റ്റ് കിട്ടും. കിട്ടാൻ വേണ്ടി തന്നെ പഠിക്കുക. അപ്പം എല്ലാവർക്കും ബെസ്റ്റ് വിഷസ് എന്ന് പറയുന്നത്. കാരണം നമുക്കറിയാം എക്സാംസ് സിലബസ് ഓറിയന്റഡ് ആയിട്ട് പഠിച്ചില്ലെങ്കിൽ ഒരിക്കലും ക്രാക്ക് ചെയ്യാൻ പറ്റത്തില്ല. നമ്മുടെ എക്സാംസ് ഒക്കെ അങ്ങനെയാണ്, PSCയുടെ എക്സാംസ് എല്ലാം അങ്ങനെയാണ്. അപ്പൊ സിലബസ് ഓറിയന്റഡ് ആയിട്ടുള്ള കോഴ്സസ് ചൂസ് ചെയ്താൽ, അല്ലെങ്കിൽ ടെക്സ്റ്റുകൾ റെഫർ ചെയ്താൽ മാത്രമേ നമുക്ക് എക്സാം ക്രാക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പം എല്ലാവർക്കും ഒരു നല്ല ദിവസം നേരുന്നു. നന്നായിട്ട് പഠിക്കുക. ഈ പോസ്റ്റ് എല്ലാവർക്കും എക്സാം എത്തിപ്പിടിക്കാൻ, ക്രാക്ക് ചെയ്യാൻ പറ്റട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക്സ് ഫ്രോം ഏണസ്റ്റ് അക്കാദമി. താങ്ക് യു.